ആൾക്കാർ കണ്ട് ശീലിച്ച സാധനമാണ് ഈ ഫ്ലാഷ് ബാക്ക്, സ്ലോ മോഷൻസ് ഒക്കെ. ഇപ്പോൾ ഒരു മാസ്ക് സീൻ കാണിക്കണമെങ്കിൽ ഇപ്പോൾ പണ്ട് അത്രയ്ക്ക് സ്ലോ മോഷൻ ഇല്ലെങ്കിൽ ഇപ്പോൾ മുട്ടിന് സ്ലോ മോഷൻസ് ഇട്ടാണ് സീൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ആളിങ്ങനെയാണെന്ന് കാണിക്കുന്നത്. പക്ഷെ ഒരു കഥ പറയാൻ ഒരു ഫ്ലാഷ് ബാക്ക് ഇല്ലാത്തപ്പോൾ ആൾക്കാർ എങ്ങനെ അങ്ങനെയൊക്കെ തിരിച്ചു പോകുന്നുള്ളത് സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ തീരുമാനിച്ച, അല്ലെങ്കിൽ സീനിലൂടെ പറയണമെന്ന് തീരുമാനിച്ചാണോ സംവിധാനം? ഇത് ഈ ഫ്ലാഷ് ബാക്കിൻ്റെ കാര്യം എൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം. എനിക്ക് നിർബന്ധമായി എനിക്ക് വലിയ പ്രശ്നമുള്ള ഫ്ലാഷ് ബാക്ക്, വോയിസ് ഓവർ, സ്ലോ മോഷൻ, ഇതൊക്കെയാണ് എനിക്ക് വലിയ അലർജിയുള്ള കാര്യങ്ങൾ. അത് കാരണം എന്ന് വെച്ചാൽ എനിക്കൊന്നും ഞാൻ തന്നെ അനലൈസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും ഒരു എക്സ്ട്രീം ഇത് വരുന്നത്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ കുറച്ച് മാനിപ്പുലേറ്റീവ് ആണ് നമ്മൾ. കുറച്ച് നമ്മൾ എന്താ ഈസി വേ ഒക്കെ കൊടുക്കുവാണ് പ്രേക്ഷകന്. അത് ധ്വനിപ്പിക്കാൻ പാടാണല്ലോ. അപ്പോൾ അത് നമ്മൾ കുറച്ച് പണിയെടുക്കണം, പ്രേക്ഷകനും കുറച്ച് പണിയെടുക്കണം. അതിന് പകരം ഇതാണ് അന്ന് നടന്നത് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ എല്ലാവരുടെയും ജോലി കുറച്ച് ഈസി ആവുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് ഈ സ്ലോ മോഷൻ വഴി ബിൽഡ് ചെയ്യുന്നത്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ അമിത ഉപയോഗം വഴി നമ്മൾ ഇമോഷൻസ് ചെയ്യുന്നത്. ഇതൊക്കെ അവോയ്ഡ് ചെയ്യാവുന്ന ഒരു സംഭവം ആദ്യമേ ഉണ്ടായിരുന്നു. പ്രശാന്തിന് കുറച്ച് ഡയറക്ഷൻ ടീമിൽ നിന്നും മറ്റ് ചില സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്ന് കുറച്ച് പ്രഷർ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നെങ്കിൽ കുറച്ച് ഈ ഫ്ലാഷ് ബാക്ക് ഉപയോഗിക്കണം, അറ്റ്ലീസ്റ്റ് ഈ ഗാനരംഗങ്ങളിലെങ്കിലും. അത് ഭയങ്കര ഡ്രൈ ആയി പോകും വിഷ്വലി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കോളേജ് കാലമൊക്കെ കാണിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് പല ചോദ്യങ്ങളും വന്നിരുന്നു. അപ്പോൾ പ്രശാന്ത് വളരെ ക്ലിയർ ആയിരുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഒരുപക്ഷെ കാണുമായിരിക്കും ഈ ഇപ്പം നിന്ന് കഥ പറയുക എന്നുള്ളൊരു കാര്യം. എനിക്കതൊരു കുറച്ച് ലേസി ടെക്നിക്കായിട്ട് തോന്നുന്നുള്ളതാണ്. അൺലെസ് ഇപ്പോൾ ഈ 2 ടൈം ലൈൻ ഒക്കെ കാണിച്ച് അതൊരു നരേറ്റീവ് ഡിവൈസ് ആയിട്ട് തന്നെ ഉപയോഗിക്കും. എന്താണ് മൊമെന്റോലൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിനൊരു സാങ്കത്യമുണ്ട്. അതല്ലാതെ ഒരു കാര്യം കാണിക്കാൻ പഴയത് തന്നെ കാണിക്കണം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് മടി പിടിക്കുന്നില്ലേ. കാരണം വേറൊരു കാര്യം, ഇത് തിരുവനന്തപുരത്ത് പല ഭാഗത്തുമുള്ള അവരുടെ റൊമാൻസിനെ പറ്റി പറയുമ്പോൾ അത് നമ്മളും കൂടെ ചേർന്നൊന്ന് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇവരുടെ ആ രൂപത്തിലേക്ക് നമ്മൾ അതിനാണല്ലോ ഇപ്പൊ ഒക്കെ ഉപയോഗിച്ച് പഴക്കം അതിലേക്ക് പോയില്ല എന്നുള്ളത്. ഞാൻ പക്ഷേ ഫ്ലാഷ് ബാക്കും സ്ലോ മോഷനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ ഈ സിനിമയിൽ അത് വേണ്ടെന്നുള്ളത് ക്ലിയർ ആയിരുന്നു. ഇഷ്ടമെന്ന് വെച്ചാൽ വേറെ സിനിമകളിൽ കാണാൻ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ മാസ് പടങ്ങൾ നമ്മൾ സ്ലോ മോഷൻ തന്നെയാണ് ആസ്വദിക്കുന്നത്, അതിൽ വേറെ തെറ്റൊന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു.